നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യമുവാച മധുസൂദന. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്, തഥാ അപ്രകാരം, കൃപയാ ആവിഷ്ടം കൃപയാൽ ആവിഷ്ടനായി, അശ്രുപൂർണാകുലേക്ഷണം അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനായിട്ട്, വിഷീദന്തം ഏറ്റവും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന, തം അവനോട്, അതായത് അർജുനനോട്, മധുസൂദനൻ ശ്രീകൃഷ്ണൻ, മധു എന്ന അസുരനെ കൊന്നവൻ എന്നാണ് അർത്ഥം. ശ്രീകൃഷ്ണൻ ഇദം വാക്യം ഉവാച, ഈ വാക്യത്തെ പറഞ്ഞു. അതായത് അർജുനന് തൻ്റെ മുന്നിൽ കാണുന്ന ഈ ബന്ധുക്കളോടൊക്കെ വളരെയധികം കാരുണ്യം തോന്നി. അങ്ങനെ കരുണാർദ്രനായി, ഏറ്റവും ദുഃഖത്തോടു കൂടി ദുഃഖപരവശനായി കണ്ണുനീർ വാർക്കുന്ന അർജുനനോട് മധുസൂദനായ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. മുൻപ് മധു എന്ന അസുരനെ വധിച്ച് മധുസൂദനായി തീർന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന അജ്ഞാനമാകുന്ന അസുരനെ നശിപ്പിക്കാനായിട്ടായിരിക്കാം ഗീതോപദേശം നൽകിയത്. ആ യുദ്ധഭൂമിയുടെ മധ്യത്തിൽ വെച്ച് ധീരമായ അർജുനന്റെ മനസ്സ് അജ്ഞാനത്താൽ ആവൃതമായി അതീവ ദുഃഖപരവശനായി കാണപ്പെട്ടു. അതുകണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. അടുത്ത ശ്ലോകം. ശ്രീ ഭഗവാൻ ഉവാച, കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരമർജുന. ശ്രീ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, അർജുന, അല്ലയോ അർജുന, വിഷമേ, ഈ വിഷമാവസ്ഥയിൽ, അനാര്യജുഷ്ടം, ആര്യന്മാർക്ക് യോജിക്കാത്തതും, എന്ന് വെച്ചാൽ നല്ല ശ്രേഷ്ഠരായ ജനങ്ങൾക്ക് യോജിക്കാത്തതും, അസ്വർഗ്യമായത്, അതായത് സ്വർഗപ്രാപ്തിക്ക് ഉതകാത്തതും, അകീർത്തികരം, കീർത്തിയെ ഇല്ലാതാക്കുന്നതും ദുഷ്കീർത്തിക്ക് ഇടവരുത്തുന്നതുമായ, ഇദം കശ്മലം, ഈ ഒരു അമ്പരപ്പ്, ബോധമില്ലായ്മ, ത്വാ കുത സമുപസ്ഥിതം, നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്, അല്ലെങ്കിൽ നിന്നിൽ എവിടെ നിന്നാണ് വന്നു ചേർന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അർജുന, ഇങ്ങനെയുള്ള ഈ വിഷമകരമായ ഈ ഘട്ടത്തില് ഇങ്ങനെ ഉള്ള ഒരു പെരുമാറ്റം നിനക്ക് ഒട്ടും യോജിക്കുന്നതല്ല. ഈ ഒരു പെരുമാറ്റം കൊണ്ട് നിനക്ക് സ്വർഗപ്രാപ്തിയല്ല ഉണ്ടാവുക, ദുഷ്കീർത്തിയാണ് ഉണ്ടാവുക എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. ഇവിടെ ക്ഷത്രിയനായ അർജുനൻ താൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ ആ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. ഈ അർജുനന്റെ പരാക്രമമാവട്ടെ 3 ലോകങ്ങളും ഭയഭക്തിയോടെ വീക്ഷിക്കുന്നതുമാണ്. ആ അർജുനനാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ, ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ വന്ന് സ്വജനങ്ങളോടുള്ള കരുണ മൂലം താൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഭൗതികമായ ബന്ധനത്തിൽപ്പെട്ട് ഉഴലുന്നവർക്കാണ് ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടാകൂ. എന്നാൽ ഇപ്പോൾ ഈ അർജുനൻ കാണിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിൽ ഇതുവരെ നേടിയിട്ടുള്ള പ്രശസ്തിയെ നശിപ്പിക്കും എന്ന് മാത്രമല്ല, ദുഷ്കീർത്തി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ അർജുനന്റെ മനസ്സിൽ തോന്നിയ ഈ ദൗർബല്യം അദ്ദേഹത്തിന്റെ സ്വർഗപ്രാപ്തിക്ക് തടസ്സവുമായി തീരും എന്നാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. അടുത്ത ശ്ലോകത്തിൽ
കൃഷ്ണൻ പറയുന്നു, ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരം തപ. പാർത്ഥ, അല്ലയോ പാർത്ഥ, ക്ലൈബ്യം മാസ്മഗമഃ, നപുംസകത്വത്തെ നീ പ്രാപിക്കരുത്. ഏതത് ത്വയി ന ഉപപദ്യത്തെ, ഇത് നിന്നിൽ യോജിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത് നിനക്ക് യോജിച്ചതല്ല. പരം തപ, ഹേ പരം തപ എന്ന് വെച്ചാൽ ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഈ നിസ്സാരമായ ഹൃദയ ദൗർബല്യത്തെ ത്യക്ത്വ ഉത്തിഷ്ഠ, ഉപേക്ഷിച്ചിട്ട് എഴുന്നേറ്റാലും. അതായത്, അല്ലയോ അർജുന, നീ ഇങ്ങനെ നപുംസക ഭാവത്തെ പ്രാപിക്കരുത്. ഒരു ക്ഷത്രിയൻ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചാൽ അയാൾ പേരിന് മാത്രമേ ക്ഷത്രിയനാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും. ബ്രാഹ്മണൻ നീച പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് ബ്രാഹ്മണൻ എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവര് തൻ്റെ വംശത്തിന് തന്നെ കളങ്കമായി തീരും. ഇവിടെ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഏറ്റവും ദുഷ്കീർത്തികരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിത്തീരും. ഇങ്ങനെ ഈ യുദ്ധ സമയത്ത് ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നത് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല. അതായത് കൃഷ്ണൻ ചോദിക്കുന്നതിന് കാര്യമുണ്ട്. ഈ യുദ്ധക്കളത്തിൽ വെച്ചിട്ടല്ലല്ലോ ഇവരൊന്നും നിന്റെ ബന്ധുക്കളായത്, ഇവരൊക്കെ മുൻപ് തന്നെ ബന്ധുക്കളാണ് എന്നറിയാമായിരുന്നു, ഇവരൊക്കെ യുദ്ധത്തിനുണ്ടാകും എന്നും അറിയാമായിരുന്നു. ഇവർ തമ്മിലുള്ള ഈ ശത്രുത കുറെ കാലങ്ങളായിട്ട് ഉള്ളതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവരോട് സഹതാപം തോന്നാൻ കാരണം? അതാണ് കൃഷ്ണൻ പറഞ്ഞത്, ഇപ്പോഴുണ്ടായ ഈ ഹൃദയ ദൗർബല്യം കൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിങ്ങനെ ദുർബലമായി തീർന്നാൽ ഈ ലോകത്തിൽ ഇതുവരെ നേടിയ കീർത്തിയെല്ലാം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, മോക്ഷപ്രാപ്തിയും അർജുനന് നഷ്ടമാകും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതെല്ലാം കേട്ട് അർജുനൻ എന്താണ് പറയുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുനൻ പറഞ്ഞു, അരിസൂദന, ശത്രുവിനെ നശിപ്പിക്കുന്നവനായ ഹേ മധുസൂദന, അഹം സംഖ്യേ, ഞാൻ യുദ്ധത്തിൽ, കഥം പൂജാർഹൗ, എങ്ങനെയാണ് പൂജിക്കപ്പെടേണ്ടവരായ, ഭീഷ്മം ദ്രോണം ച, ഭീഷ്മരെയും ദ്രോണരെയും, ഇഷുഭി പ്രതിയോത്സ്യാമി, ഇഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ത്രം, അസ്ത്രങ്ങളെ കൊണ്ട് നേരിടുന്നത്. ഇവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ, തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ദ്രോണാചാര്യര്, ഇങ്ങനെ ഉള്ളവരെയൊക്കെ പൂജിക്കല്ലേ വേണ്ടത്? അവരോട് എങ്ങനെയാണ് ശത്രുതയോടുകൂടി യുദ്ധം ചെയ്യുന്നത്? തന്നെ ആയോധന കല പഠിപ്പിച്ച ദ്രോണരെ താൻ വധിക്കുന്നത് എങ്ങനെയാണ്? ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത മുത്തച്ഛനായ ഭീഷ്മരോട് എങ്ങനെയാണ് ശത്രുതാഭാവത്തോടെ യുദ്ധം ചെയ്യുന്നത്? ഇതൊക്കെയായിരുന്നു കൃഷ്ണനോട് അർജുനൻ ചോദിച്ച സംശയങ്ങൾ. തീർന്നിട്ടില്ല. അടുത്ത 3-4 ശ്ലോകങ്ങളിൽ കൂടി അർജുനൻ ശ്രീകൃഷ്ണനോട് തൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ